ഞാനിത് എന്തിനാ അവിടെ പറയണേ എന്ന് ചോദിച്ചാൽ, നീതിരശ്മി ജിഗീഷത, എന്ത് ചുറ്റുപാടിലും എന്താണ് നീതി എന്ന് പറഞ്ഞ് ആലോചിച്ച് നമ്മൾ പ്രയോഗിക്കണം. ഞാനൊരു സ്ത്രീയാണ്, പരപുരുഷനെ തൊടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നാൽ ആക്രമത്തിന് ശക്തി കൂടും, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. അപ്പം നയോപായം എന്നുള്ള നിലയ്ക്ക് കൂടുതൽ സംസാരിച്ച് ഭർത്താക്കന്മാർ വന്നാലോ എന്ന് വിചാരിച്ച് സംസാരത്തിന് ഇടം കൊടുത്ത് സംസാരിച്ചതും, ബാക്കി ആരും ഇല്ലാത്തത് കൊണ്ട് അവർ ചോദ്യത്തിന് മറുപടി പറഞ്ഞതും, വേണ്ടി വന്നപ്പോൾ രഥത്തിൽ കയറിയതും, അതിൻ്റെ ഇടയിൽ തട്ടിയിട്ടതും, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, നീതിയിൽപ്പെട്ടതാണ്. ഈ നീതിയിൽ ഓരോന്നും നമ്മുടെ ശാസ്ത്രത്തിലും ധർമ്മത്തിലും പറഞ്ഞിട്ടുണ്ടാവില്ല. പല ചുറ്റുപാടുകളും പല സാഹചര്യങ്ങളും പല സംഘടനകളുമാണ് ഉണ്ടാവുക. അതിൽ ഓരോന്നിലും എന്ത് പ്രയോഗിക്കണം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ആ നീതി പ്രയോഗിക്കുന്നതിലാണ് കൃഷ്ണൻ്റെ ഏറ്റവും മികവ് മഹാഭാരത യുദ്ധത്തിൽ പൂർണ്ണമായിട്ട് കാണാം. എവിടെ എന്ത് ചോദിച്ചാലും അദ്ദേഹത്തിന് അതിന് മറുപടിയും ന്യായവും കൃഷ്ണൻ്റെ മുഖത്തിൽ നിന്ന് കാണാം. അർജുനൻ ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞതും അത് തന്നെയാണ്. ഈ ഭഗവത്ഗീത തന്നെ വലിയൊരു നീതിയല്ലേ. ഒരു പടക്കളത്തിൽ വെച്ച് അധ്യാത്മ ഉപദേശം നൽകുക എന്ന് പറഞ്ഞാൽ ഒരാളിതുവരെ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ആ അധ്യാത്മ ഉപദേശത്തെ യുദ്ധം ചെയ്യിക്കാനുള്ള ഒരു മാർഗദർശനമായി അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഭഗവത്ഗീതയുടെ പ്രത്യേകത. അതും ഒരു നീതിയാണ്. അപ്പോൾ ആ നീതിക്ക് വലിയ അർത്ഥമാണ്, നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ദൃഷ്ടാന്തം മനസ്സിലാക്കണം എന്ന് പറഞ്ഞതാണ്. ഈ മഹാഭാരതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന മാതിരി അല്ലാതെ. ആ മഹാഭാരതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരതത്തിൽ 2 കൂട്ടം രാജവംശമാണ് വളരെ പ്രസിദ്ധം, പ്രതാപമുറ്റത്. ഒന്ന് സൂര്യവംശം, പിന്നെ ഒന്ന് ചന്ദ്രവംശം. സൂര്യവംശത്തിൽപ്പെട്ടതാണ് ഇക്ഷ്വാകു, രഘു, അജൻ, ദശരഥൻ, ശ്രീരാമൻ മുതലായിട്ടുള്ളവരൊക്കെ. ചന്ദ്രവംശത്തിൽപ്പെട്ടവരാണ് ആര്? ഈ ഹസ്തിനപുരക്കാരൊക്കെ. ഈ 2 വംശവും ഇവിടെ പ്രബലമായി രാജ്യം ഭരിച്ചിട്ടുണ്ട്. അതിൽ ഹസ്തിനപുരത്തിൻ്റെ മൂല്യച്യുതിയും നാശവുമാണ് വേദവ്യാസ മഹർഷി സ്വയം പങ്കാളിയായി. താൻ തന്നെ വംശജനായിരുന്നു, വംശം വരുത്തി തീർത്ത ആളാണ്. 6, 3, 8, 9 തലമുറയുള്ള ചരിത്രമാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതൊരു ചരിത്ര പുസ്തകമാണ് നമ്മുടെ പൂർവികരുടെ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ മഹാഭാരതത്തിൽ പറയുന്നത് മുഴുവനും മനുഷ്യ ചെയ്തികൾ, അതിലെ ന്യായാന്യായങ്ങൾ, വരും വരായികൾ, ഇതൊക്കെയാണ് മഹാഭാരതത്തിലെ ചിത്രീകരണം. ഇതിഹാസം എന്ന വാക്കിന് തന്നെ അർത്ഥം ഇങ്ങനെ ആയിരുന്നു പോൽ എന്നാണ്. ഇങ്ങനെ ആയിരുന്നു പോൽ എന്നാണ് ഇതിഹാസം. എങ്ങനെയായിരുന്നു? ഇതിൽ പറയുന്ന മാതിരിയൊക്കെ. അതിൽ നല്ലത് പറയുമ്പോൾ അതിന് ന്യായം പറയും, പൊല്ലാത്തത് പറയുമ്പോൾ അതിന് ന്യായം പറയും. ന്യായം പറഞ്ഞുകൊണ്ടാണ് അവിടെ സർവ്വ പ്രവൃത്തികളും ഓരോരുത്തരും സംവദിക്കുന്നത്. അപ്പോൾ ലോകത്തിൽ ന്യായാന്യായങ്ങൾ എന്തൊക്കെയുണ്ടോ അത് മുഴുവനും അവിടെ കാണാം. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മ വരിക, എൻ്റെ മനസ്സിൽ വളരെ ശക്തമായിട്ട് ചിന്തയ്ക്ക് വിഷയമായിരിക്കുകയാണ്. വ്യാസദേവൻ എന്താ ഈ പറയണേ എന്ന് ആലോചിക്കുക, വായിച്ചു കേട്ടത് മുതൽക്ക്. എന്താ സംഭവം? മഹാഭാരത യുദ്ധം ഏതാണ്ട് മുഴുവനായി കഴിഞ്ഞു. നോക്കുമ്പോൾ ദുര്യോധനെ കാണാനില്ല. അപ്പോൾ ദുര്യോധനെ അന്വേഷിച്ച് പുറപ്പെട്ടു. ആര്? കൃഷ്ണനും കൂട്ടരും പാണ്ഡവന്മാരും എല്ലാവരും കൂടി. അപ്പോൾ ഒരു തടാകത്തിൽ കഴുത്തിനൊപ്പം ഇറങ്ങി നിൽക്കുക. അപ്പോൾ അവിടെ ചെന്ന് യുദ്ധത്തിൽ ബാക്കിയുള്ളവരെല്ലാം മരിച്ച് സ്വയം നിന്ന് പോരടിക്കുന്നതിന് പകരം എന്താണോ ഇങ്ങനെ ഒളിഞ്ഞു വന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്? മിണ്ടാണ്ടിരിക്കുമോ? ഞാൻ ഒളിഞ്ഞൊന്നും വരികയല്ല, എനിക്കേ കോപം ഇങ്ങനെ നീറുക. ആ നീറ്റം ഒന്ന് കുറയ്ക്കാൻ വേണ്ടി തടാകത്തിൽ ഇറങ്ങി നിൽക്കുകയാണ്. ഞാൻ നിങ്ങളോട് ദ്വന്ദ്വയുദ്ധം ചെയ്യാൻ പോവാണ്, അതിന് തയ്യാറായിട്ടെന്ന് പറഞ്ഞു. അവസാനം ഭീമനായിട്ട് ദ്വന്ദ്വയുദ്ധം ചെയ്തു. തട്ടി താഴത്തിട്ട് അവസാനം ദുര്യോധനൻ്റെ ശരീരത്തിലും തലയിലുമൊക്കെ ചവിട്ടി മെതിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ യുധിഷ്ഠിരന് വലിയ വിഷമമുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വല്ലവിധം ഒന്ന് ഞെരുങ്ങി എണീറ്റിട്ട് ദുര്യോധനൻ പറയുക. ആ പറയുന്ന വാക്കുകൾ വളരെ വിശേഷപ്പെട്ടതാണ്. കൃഷ്ണൻ അധികമൊന്നും എന്നോട് സംസാരിക്കണ്ട, ഞാൻ 1-ാം തരം രാജാവാണ്, ധീരനാണ്, വീരനാണ്, പരാക്രമിയാണ്, ഐശ്വര്യ സമൃദ്ധി എനിക്കുണ്ടായിരുന്നു, എല്ലാവർക്കും വേണ്ടിടത്തോളം കൊടുത്തു, വേണ്ടിടത്തോളം ഞാനും അനുഭവിച്ചു, എൻ്റെ സാമന്തന്മാരെയൊക്കെ ഞാൻ വേണ്ടതുപോലെ പെരുമാറിക്കൊണ്ടുവന്നു, വേണ്ടത്ര ചെലവ് ചെയ്തു, വേണ്ടത്ര സുഖമനുഭവിച്ചു, എനിക്ക് സ്വർഗത്തിൽ എൻ്റെ സീറ്റ് എന്നെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുക,
മാനമായിട്ട് ഞാൻ അവിടെ ജീവിക്കും, ഒരു കുഴപ്പവുമില്ലാതെ. ഞാൻ എൻ്റെ സർവശക്തിയും മാനവും മര്യാദയും എല്ലാം ഉപയോഗിച്ചാണ് ജീവിച്ചത്. എൻ്റെ പക്ഷത്തിൽ ധീരന്മാരും വീരന്മാരും പരാക്രമശാലികളും അജയ്യന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒക്കെ ആയാലും എന്നെ തോൽപ്പിക്കാനുള്ള കാരണം കൃഷ്ണ, താൻ ഒരൊറ്റ ആളുടെ കുസൃതിയാണ്, താൻ ഒരൊറ്റ ആളുടെ വഞ്ചനയാണ് എന്നെ തോൽപ്പിച്ചത്. അതുകൊണ്ട് ഒന്നും പറയണ്ട എന്ന് പറഞ്ഞ് കൃഷ്ണനും കുറേ പറയാനുള്ളതൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദുര്യോധനൻ പറഞ്ഞതിനെയെല്ലാം അഭിനന്ദിച്ചും അനുമോദിച്ചുമാണെന്ന് തോന്നത്തക്ക വിധത്തിൽ വലിയൊരു പുഷ്പവൃഷ്ടി ഉണ്ടായി അവിടെ. വലിയൊരു പുഷ്പവൃഷ്ടി. പുഷ്പവൃഷ്ടി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്നാണല്ലോ, വിൺകോശത്തിൽ നിന്നാണ്. ആ പുഷ്പവൃഷ്ടി അങ്ങോട്ട് വന്നപ്പോൾ ദുര്യോധൻ പറഞ്ഞത് ശരി, അവിടെ നൃത്തമായി, ആട്ടമായി, പാട്ടായി, കൂത്തായി, അനുമോദനായി. യുധിഷ്ഠിരനും കൂട്ടരൊക്കെ തല താഴ്ത്തി ലജ്ജിച്ച അയ്യോ, ദുര്യോധനൻ ചെയ്തതൊക്കെ ശരിയെന്ന് പറഞ്ഞിട്ടുള്ള പുഷ്പവൃഷ്ടിയല്ലേ, എന്താ വേണ്ടേ എന്നായി. മഹാഭാരതത്തിൻ്റെ വരികൾ കേട്ടോളൂ. അത്യദ്ഭുതാനി തേ ദൃഷ്ട്വാ വാസുദേവ പുരോഗമാഃ ദുര്യോധനസ്യ പൂജാം തു ദൃഷ്ട്വാ വ്രീഡാം ഉപാഗമൻ. ശല്യപർവ്വതത്തിലെ 62-ാം അധ്യായത്തിലെ 58-ാം ശ്ലോകമാണത്. അത്യദ്ഭുതാനി തേ ദൃഷ്ട്വാ. ഇങ്ങനെ ഒരു പുഷ്പവൃഷ്ടിയോ? നല്ല നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ പുഷ്പവൃഷ്ടി ഉണ്ടാവും. ഹസ്തിനപുരത്തിൽ വെച്ചുണ്ടായി, പല സന്ദർഭത്തിലും പുഷ്പവൃഷ്ടിയുണ്ട്. ദുര്യോധനൻ പറഞ്ഞ വാക്കുകൾക്കൊക്കെ ആകാശം പോലും അംഗീകാരം നൽകി എന്ന് പറഞ്ഞ ഒരു പുഷ്പവൃഷ്ടി വളരെ വിശേഷപ്പെട്ടതാണ്. ആ പുഷ്പവൃഷ്ടി അങ്ങോട്ട് കണ്ടപ്പോൾ അത്യദ്ഭുതാനി തേ ദൃഷ്ട്വാ വാസുദേവ പുരോഗമാഃ. ഇപ്പുറത്ത് മുൻപിൽ നിൽക്കുന്നത് വാസുദേവനാ. ആ വാസുദേവനെ മുന്നിട്ടുകൊണ്ട് പിന്നിൽ നിൽക്കുന്നവരെല്ലാവരും ദുര്യോധനസ്യ പൂജാം തു ദൃഷ്ട്വാ വ്രീഡാം ഉപാഗമൻ. എല്ലാവർക്കും ലജ്ജയായി. കൃഷ്ണനെ മുൻനിർത്തി അവരെല്ലാവരും അണിനിരത്ത് നിൽക്കുക. അപ്പം എല്ലാവർക്കും ലജ്ജയായി എന്ന് പറഞ്ഞ് എല്ലാവരും തല താഴ്ത്തിയത്രേ. അപ്പം ഞാൻ പറഞ്ഞു, ഈ ഒറിജിനൽ ശ്ലോകം എടുത്തൊന്ന് വായിച്ചു നോക്കുക, എനിക്ക് അറിയണമല്ലോ എന്താ ഈ വ്യാസദേവൻ ഇങ്ങനെ പറയണേന്ന്. അപ്പോൾ വായിച്ചു നോക്കിയിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ നിങ്ങളോട് പറയാം. ഇവിടെ വാസുദേവ പുരോഗമാഃ എന്നാണ് പദം. ദുര്യോധനൻ ഇത്ര വലിയ ഒരു പൂജ ആകാശത്തിൽ നിന്ന്, വിൺകോശത്തിൽ നിന്ന് കിട്ടി എന്ന് കണ്ടപ്പോൾ ദുര്യോധനൻ പറയണതൊക്കെ ശരിയാണ് ശരിയാണ് എന്നിങ്ങനെ പറഞ്ഞ് സമ്മതിക്കുന്ന ഒരു പൂജയാണെന്ന് കണ്ട് അവർക്ക് എല്ലാവർക്കും ലജ്ജയായി, തല ഉയർത്തിപ്പിടിക്കാൻ പറ്റാതെ. നാം ഈ ചെയ്ത യുദ്ധം മുഴുവനും നമുക്ക് കിട്ടി എന്ന് വിചാരിക്കുന്ന ജയമൊക്കെ മോശമായില്ലോ, ആകാശകോശം സമ്മതിക്കുന്നതല്ല എന്ന് പറഞ്ഞൊരു വിഷമം. അപ്പോൾ ഇതിൽ വാസ്തവത്തിൽ ഇത് ദുര്യോധനൻ പറഞ്ഞതിൻ്റെ ഒരു അംഗീകാരമാണോ? ആണെങ്കിൽ തന്നെ ആ അംഗീകാരത്തിന് എന്താ അർത്ഥം? അങ്ങോട്ട് പറയണത് മാനവും മര്യാദയുമായിട്ട് ജീവിച്ചു എന്നിരിക്കട്ടെ. അങ്ങനെ ജീവിച്ചു എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യവും നന്നാവണ്ടേ? ആ അന്ത്യം നന്നായില്ല എന്നാണല്ലോ ഇപ്പോൾ പറയുന്നത്. എന്നെ ഇങ്ങനെ തോൽപ്പിച്ചതും അരയ്ക്ക് താഴത്ത് അടിക്കരുത് എന്ന് നിയമമുണ്ട്, വ്യവസ്ഥയുണ്ട്. അങ്ങനെ എല്ലാം ലംഘിച്ചുകൊണ്ട് കൃഷ്ണൻ ഇടപെട്ട ഓരോ സ്ഥലത്തും തോണ്ടിക്കൊടുത്ത് ഞൊട്ടിക്കൊടുത്താണ് എന്നെ തോൽപ്പിച്ചത് എന്നാണ് പറയണത്. ആ തോൽപ്പിച്ചതിനാണോ ഇത് മുഴുവനും? അപ്പോൾ ഒരു നല്ല മനുഷ്യന് നല്ല ഒരു ഔട്ട്കം, ഒരു പരിണത ഫലം ഉണ്ടാവണം. അപ്പോൾ ദുര്യോധനന് മരിച്ചു എന്നുള്ളത് ശരി, പക്ഷേ ഏത് ഹസ്തങ്ങളിൽ, ഏത് രൂപത്തിൽ, എങ്ങനെയാണ് മരിച്ചത് എന്ന് പറയുമ്പോൾ ദുര്യോധനൻ പോലും സമ്മതിക്കുന്ന ഒരു മരണമാണോ? അല്ലല്ലോ. എന്നെ തോൽപ്പിച്ചിട്ടുണ്ടാവാൻ സാധിച്ചിരിക്കില്ല. മഹാരഥന്മാരാണ് എൻ്റെ പക്ഷത്തിൽ, അവരെ ജയിപ്പിക്കാനുള്ള ഒരു സംഗതിയില്ല. ദുര്യോധനൻ ചെയ്ത ആക്രമങ്ങളെക്കുറിച്ച് കൃഷ്ണനും ഓർമ്മപ്പെടുത്തി സംസാരിച്ചു. അഭിമന്യുവിനെ നേരിട്ടത്, അവിടുന്ന് അങ്ങോട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ, ഇങ്ങനെ പലതും ഉണ്ടല്ലോ അവിടെ. അതൊക്കെ ഓരോന്നോരോന്നായി ചൊടിപ്പിച്ച് കൃഷ്ണൻ പറഞ്ഞു ധരിപ്പിച്ചു. എന്നാലും പുഷ്പവൃഷ്ടി ഉണ്ടായി എന്നുള്ളത് ശരിയാ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ദുര്യോധനൻ പറഞ്ഞത് മുഴുവൻ ശരിയാണെങ്കിൽ ഇങ്ങനെയുള്ള ദുരന്തം എന്തിനു സംഭവിച്ചു? എല്ലാറ്റിൻ്റെയും പരിണത ഫലം എന്താ? അവിടെ ഭീഷ്മൻ ശ്ലാഘ്യനല്ല എന്ന് പറയുന്നില്ല, ദ്രോണനും കേമനല്ല എന്ന് പറയുന്നില്ല, ആരും അവരുടെ കേമത്വം കുറഞ്ഞു എന്ന് പറയുന്നില്ല. അവരുടെ കേമത്വം കൊണ്ടാണല്ലോ അവരോട് തന്നെ ചെന്ന് ചോദിച്ച് നിങ്ങളെ എങ്ങനെ താഴത്ത് തട്ടിയിടാൻ പറ്റും എന്ന് ലജ്ജ വിട്ട് ചോദിച്ച് മനസ്സിലാക്കി അതേ പറഞ്ഞു തന്ന അതേ വഴി പ്രയോഗിച്ചല്ലേ കീഴടക്കിയത്. ഓരോ തവണയും ദുസ്സാധ്യമായിട്ടുള്ള, അസാധ്യമായിട്ടുള്ള കാര്യം സുസാധ്യമാക്കാനുള്ള ഓരോ വഴിയും ഇന്നത് എന്ന് പറഞ്ഞു കൊടുത്തത് കൃഷ്ണനാണ്. അങ്ങനെ വന്നു.
അപ്പോൾ ഈ വന്നിട്ടുള്ളത് ഒരു ദുർവിധിയാണെങ്കിൽ എന്താ ചെയ്തത് എങ്ങനെ ശരിയെന്ന് പറയും? അപ്പോൾ എനിക്ക് തോന്നുന്നു ആ പുഷ്പവൃഷ്ടിയുടെ ഒരു ശരിയായിട്ടുള്ള അർത്ഥം എന്താന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒക്കെ ആയാലും ആ മനുഷ്യന് അവസാനം എന്തു വന്നു? കൃഷ്ണഹസ്തങ്ങളിൽ പല വിധത്തിലുള്ള പ്രയോഗങ്ങൾക്ക് വിധേയമായിട്ടായാലും അന്ത്യം നേരിടേണ്ടി വന്നു. അപ്പോൾ കൃഷ്ണൻ ചെയ്തത് മുഴുവൻ ശരിയാണ് എന്നുള്ളൊരു അംഗീകാരമാണ് ആ പുഷ്പവൃഷ്ടിക്ക്, അല്ലാതെ ദുര്യോധനൻ ചെയ്തത് ശരി എന്നുള്ളതല്ല. ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള മനുഷ്യന് എനിക്കിങ്ങനെ വന്നു, എടോ താൻ കാരനാണ്. അതെ. അപ്പോൾ കൃഷ്ണൻ ഇവർ ലജ്ജിച്ചപ്പോൾ യുധിഷ്ഠിരൻ്റെ കാര്യം മനസ്സിലായില്ല, ഉറച്ചു നിൽക്കാൻ പറ്റിയില്ല. ദുര്യോധനൻ ചെയ്തതൊക്കെ ശരി, നമുക്കൊക്കെ തെറ്റ് പറ്റിയില്ലോ, ഇനി എങ്ങനെ ജീവിക്കും എന്നൊരു വിഷണ്ണത വന്നപ്പോൾ കൃഷ്ണൻ അവിടുന്ന് അവരോട് സംസാരിക്കുക. ഈ ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി വന്നത് ശരി, ദുര്യോധനൻ പറഞ്ഞത് ശരി, ഇതിൻ്റെ മറുവശം ഞാൻ പറയാം, കേട്ടോളൂ എന്ന്. കൃഷ്ണൻ്റെ ദൗത്യത്തിനെ പറ്റി സാധാരണ പ്രസിദ്ധമായി പറയാറുണ്ട്. ഭീഷ്മദ്രോണതടാ ജയദ്രഥജല ഗാംധാരനീലോപല ശല്യഗ്രാഹവതി കൃപേണ വഹനി കർണേന വേലാകുല അശ്വത്ഥാമവികർണഘോരമകര ദുര്യോധനാവർത്തിനി സോത്തീർണ ഖലു പാണ്ഡവൈഃ രണനദി കൈവർത്തക കേശവ. എല്ലാവർക്കും അറിയാം, മഹാഭാരത കർത്താവും ഇത് സമ്മതിക്കുന്നതാണ്. ഈ മഹാഭാരത യുദ്ധം താണ്ടിക്കിടക്കാൻ ഒരൊറ്റ വഴിയുമില്ല. ഭീഷ്മദ്രോണതടാ ജയദ്രഥജല ഗാംധാരനീലോപല. അതൊരു വലിയ സമുദ്രമാണ്, അല്ലെങ്കിൽ ഒരു വലിയ പുഴയാണത്. ആ പുഴ അങ്ങോട്ട് നീണ്ടിക്കിടക്കുക എന്ന് പറഞ്ഞാൽ ഭീഷ്മദ്രോണതട, ഭീഷ്മനും ദ്രോണനുമാണ് അതിൻ്റെ രണ്ട് തടങ്ങൾ, രണ്ട് ഭാഗങ്ങൾ, കരകൾ. ജയദ്രഥജല, ജയദ്രഥൻ എന്ന് പറയുന്ന ജലമാണവിടെ. ഗാംധാരനീലോൽപല, കള്ളച്ചൂത് കളിച്ച് ഓരോ സമയത്തും ദുരുപദേശം ചെയ്ത് ദുര്യോധൻ്റെ മനോവീര്യം പിടിച്ചു നിർത്തി പ്രോത്സാഹിപ്പിച്ച് ദുര്യോധൻ കാട്ടിച്ചെന്ന് ഗന്ധർവന്മാരോട് തോറ്റതോടുകൂടി പ്രായോപവേശം അനുഷ്ഠിച്ച് എവിടെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് പറഞ്ഞ് മനസ്സിലാക്കി പ്രേരണ നൽകി അതിൽ നിന്ന് വിടുവിച്ച് കൊണ്ടുവന്നതൊക്കെ ഈ ശകുനിയ. കള്ളച്ചൂത് കളിച്ചതും ശകുനിയ, എല്ലാ സ്ഥലത്തും ഈ ശകുനിയ. ആ ശകുനി എന്ന് പറയുന്ന വലിയ ഒരു പാറക്കെട്ടുണ്ട്, അതിൽ ശല്യഗ്രാഹവതി, ശല്യനുണ്ട്. ഗ്രാഹവതി മുതലേ പോലെയാ. കൃപേണ വഹനി, വലിയ ഒരു ഒഴുക്ക്. ആ ഒഴുക്ക് ആരാ? കൃപാചാര്യൻ. കർണേന വേലാകുല, അതിൽ ഉയർന്ന തരംഗങ്ങൾ വരുന്നുണ്ട്. അത് മുഴുവനും എന്താ? കർണേന, ആ കർണൻ്റെ ശക്തി, വീര്യം, പരാക്രമം, അർജുനോട് പ്രത്യേകിച്ചുമുള്ള ആ മത്സരഭാവം എന്താണ്? ഉപായപ്പെട്ടതാണോ അത്? എത്രയോ സൂര്യന്മാർ ഒന്നിച്ച് ഉദിച്ചങ്ങോട്ട് പൊന്തിയാൽ എങ്ങനെയോ അതുപോലെയാ. അശ്വത്ഥാമ വികർണഘോരമകര, അശ്വത്ഥാമാവ്, വികർണൻ, ഘോരമകര, ഭയങ്കരമായ തിമിംഗലങ്ങളെ പോലെയാണ് അവരുടെ സ്ഥാനം. ദുര്യോധനാവർത്തിനി, ഈ ദുര്യോധനൻ എന്ന് പറയുന്നത് ഒരു പെരും ചുഴിയ, വലിയ ഒരു ചുഴി. അവിടെ ചെന്നാൽ ഉള്ളിലേക്ക് പോവുകയുള്ളൂ. സോത്തീർണ ഖലു പാണ്ഡവൈരണനദി, അങ്ങനെയുള്ള ഒരു രണനദി, ഒരു യുദ്ധനദിയാണ് ആര് കടന്നത്? പാണ്ഡവന്മാർ. എങ്ങനെ കടന്നു? കൈവർത്തക കേശവ, അമരക്കാരനായിട്ട് അവരുടെ തോണി തുഴയാൻ ഒരൊറ്റ ആളുണ്ട് അവിടെ, കൃഷ്ണൻ. എവിടെ ചെന്നാലും ചുഴിയെയും കവച്ചു വയ്ക്കും, തരംഗങ്ങളെയും കവച്ചു വയ്ക്കും. എന്ത് ചെന്നാലും പാറക്കെട്ടാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഒഴിഞ്ഞങ്ങോട്ട് കൊണ്ടുപോകും. ഇങ്ങനെ വളരെ കുശലമായി, സമർത്ഥമായി, വേണ്ടത്ര മുൻകരുതലോടുകൂടി സുരക്ഷിതമായി അവരെ തോണി തുഴഞ്ഞ് കൊണ്ടുപോയത് കൃഷ്ണനാണെന്ന് എല്ലാവർക്കും അറിയാം. അത് കൃഷ്ണന് മാത്രമേ സാധിക്കുള്ളൂ. എന്താ കാരണം? ആ യുദ്ധം ജയിക്കുക ഒരിക്കലും സാധ്യമല്ല. അത്രയ്ക്ക് വലയം ചെയ്ത് നിൽക്കുകയാണ്. പാണ്ഡവന്മാരുടെ കയ്യിൽ 7 അക്ഷൗഹിണി സേനയേ ഉള്ളൂ, മറ്റവർക്കോ 11 അക്ഷൗഹിണിയാണ്. ആദ്യമേ തന്നെ പടത്തലവൻ ആരാ? ഭീഷ്മൻ. അത് കഴിഞ്ഞാൽ ദ്രോണൻ. അങ്ങനെ ഓരോരുത്തരായിട്ടാണ് അവിടെ. എങ്ങനെ ജയിക്കാൻ പറ്റുന്ന പറയാം? ഭീഷ്മനെ കീഴടക്കാൻ ആരെങ്കിലും ഉണ്ടോ? ദ്രോണനെ നിലം പതിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ? എന്നാലോ ഈ യുദ്ധം ജയിക്കണം. അപ്പം അതിന് നീതി എന്ന് പറഞ്ഞ ഒന്നുണ്ട്. എന്താണ് നീതി? ഇവിടെ അധർമ്മം കീഴടക്കണം, അധർമ്മത്തെ കീഴടക്കണം. അത് കീഴടക്കാനായി നേരിടേണ്ടി വരും. അധർമ്മികളെ നേരിടേണ്ടി വരുമ്പോൾ അധർമ്മം എന്ന് പറയുന്നത് ഇംപേഴ്സണലായിട്ട്, അമൂർത്തമായിട്ടുള്ള ഒന്നല്ല, സമൂർത്തമായിട്ടുള്ളതാണ്.
പാപികളാണ് പാപം ചെയ്യുക. അപ്പോൾ പാപം എന്നൊന്ന് സംഭവിക്കണമെങ്കിൽ പാപികൾ അവിടെ ഉണ്ടാവണം. അധർമ്മികളാണ് അധർമ്മം ചെയ്യുന്നത്. അപ്പോൾ അധർമ്മത്തിനെ നശിപ്പിക്കണം, ജയിക്കണം എന്ന് പറഞ്ഞാൽ അധർമ്മികളെ കൊന്ന് ജയിക്കണം എന്നാണ് അർത്ഥം. ആ അധർമ്മികളെ കൊല്ലാൻ പുറപ്പെടുമ്പോൾ അവർക്ക് പല വിധത്തിലുള്ള സുരക്ഷകളും ഇൻഷുറൻസും സംരക്ഷണവും ഒക്കെ ഉണ്ട്. കൊല്ലാൻ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു നിലയാണെന്ന് പറഞ്ഞ് അധർമ്മത്തിനെ നശിപ്പിക്കണം. പക്ഷേ ഈ അധർമ്മത്തിനെ നശിപ്പിക്കാൻ പറ്റില്ല, അവർ അധർമ്മികളാണ്, അവർക്ക് വലിയ ശക്തിയാണ്, അതുകൊണ്ട് നമുക്ക് തൊഴുത് നമസ്കരിക്കാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥ പോയി, തകർന്നു. അവരെങ്ങനെ കേമന്മാരായിക്കോട്ടെ, അവരെ കൊമ്പ് കുത്തിക്കാൻ നമുക്ക് സാധിക്കണം. അത് എങ്ങനെ എന്ന് ആലോചിച്ച് അതിന് തക്ക കൗശലവും സൂത്രവും വഴികളുമൊക്കെ കണ്ടുപിടിക്കുന്നതിനാണ് മനുഷ്യബുദ്ധി. മനുഷ്യബുദ്ധി സഫലമാകുന്നത്, സാർത്ഥകമാകുന്നത് എപ്പോഴാണ്? എങ്ങനത്തെ പ്രതിസന്ധി വന്നാലും ആ പ്രതിസന്ധിയിൽ ധർമ്മദൗത്യം വിട്ടുപോകാതെ ധർമ്മത്തിന് ജയിപ്പിക്കാൻ പറ്റിയ തരത്തിൽ ചിന്തിച്ച് എന്ത് സാഹസത്തിനും വേണ്ടി വന്നാൽ മുതിർന്ന് കാര്യം നേടിയെടുക്കണം. പക്ഷേ അതിൽ ഒരൊറ്റ കാര്യം വളരെ പ്രധാനമാണ്. താൻ ചെയ്യുന്നത് ധർമ്മം ജയിക്കാൻ വേണ്ടിയാണ് എന്നുള്ളൊരു ഉറപ്പ് വരുത്തണം. താൻ എന്ത് ചെയ്യുകയാണെങ്കിലും ആ ചെയ്യുന്നത് ധർമ്മം പരിരക്ഷിക്കാനും അധർമ്മത്തെ അടിച്ചമർത്താനുമാണ് എന്നുള്ള ആ ലക്ഷ്യത്തിൽ ഒരു മാറ്റവും വരരുത്. പിന്നെ ഇത് ചെയ്യുന്ന ആൾക്കാരോ അവർ ധർമ്മിഷ്ഠരായിരിക്കണം പൊതുവെ. അങ്ങനെ പൊതുവെ ധർമ്മിഷ്ഠരും ധർമ്മലക്ഷ്യം സാക്ഷാത്കരിക്കാനുള്ള പ്രയത്നവുമാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അധർമ്മികളുടെ ശക്തിയും അവരുടെ തടസ്സവാദങ്ങളും ഉഗ്രതയുമെല്ലാം കണക്കിലെടുത്തുകൊണ്ട് പല കൗശലങ്ങളും കണ്ടെത്തി പ്രയോഗിക്കേണ്ടി വരും. അതാണ് നീതി നിപുണത്വം. നീതി എന്നുള്ള വാക്കിന് വലിയ അർത്ഥമാണ്. അപ്പോൾ കൃഷ്ണൻ അവരോട് സംസാരിക്കുന്നു. ആരോട്? പാണ്ഡവന്മാരോട്. മയാ അനേകൈരുപായൈസ്തു മായായോഗേന ചാസകൃത് ഹതാസ്തേ സർവയേവാജൗ ഭവതാം ഹിതമിച്ഛത. കൃഷ്ണൻ അത് തുറന്നു പറയാനോ സമ്മതിക്കാനോ ഒരു വിഷമവുമില്ല. മയ എന്നാൽ അനേകൈഹി ഉപായൈഹി, പല വിധത്തിലുള്ള ഉപായങ്ങളാൽ, മായായോഗേന ചാസകൃത്, മായ എന്ന് പറയുന്ന വിശേഷ ശക്തി പ്രയോഗിച്ചും അസകൃത് പലപ്പോഴും ഹതാസ്തേ സർവയേവാജൗ, അവരെ എല്ലാവരെയും ഞാൻ ഈ യുദ്ധത്തിൽ കൊന്നൊടുക്കി. ഭവതാം ഹിതമിച്ഛത, നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ വരണം, നിങ്ങൾക്ക് ഹിതം ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ പല വിധത്തിലുള്ള ഉപായങ്ങൾ അവരെ നശിപ്പിക്കാൻ പല സമയത്തും പ്രയോഗിച്ചത്. അതിൽ ഉപായങ്ങൾക്കൊപ്പം മായായോഗം, എനിക്ക് സ്വാധീനമുള്ള പല യോഗക്രമങ്ങളുമുണ്ട്. വിശേഷപ്പെട്ട ഈ ലോകം സൃഷ്ടിച്ചത് തന്നെ ഒരു യോഗശക്തി കൊണ്ടാണ്. ആ സൃഷ്ടിച്ച ലോകത്തിൽ യോഗശക്തി ഉപയോഗിച്ച് പലതും സപ്ലിമെൻ്റ് ചെയ്യാനും കോംപ്ലിമെൻ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. അതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് പലതും കൂട്ടിച്ചേർക്കുക, പലതും മുഴുവനാക്കാൻ വേണ്ടി ചേർക്കുക, ഇങ്ങനെ എല്ലാം ചെയ്യാനും എനിക്ക് സാധിക്കും. അതെല്ലാം ഉപയോഗിച്ചു. തേ ഹി സർവേ മഹാത്മാനഃ ചത്വാരോ അതിരഥാ ഭുവി ന ശക്യ ധർമ്മതോ ഹന്തും ലോകപാലൈരഭി സ്വയം. നിങ്ങൾ കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ? തേ ഹി സർവേ മഹാത്മാനഃ, അവരുടെ ഭാഗത്തിലുള്ളവരെല്ലാവരും തന്നെ മഹാത്മാക്കളാണ്. ചത്വാരോ അതിരഥാ ഭുവി, സമർത്ഥന്മാരാണ്, അതിരഥന്മാരാണ്. ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും വിശേഷപ്പെട്ട അതിരഥികളാണ് അവിടെ ഉള്ളത്. ന ശക്യ ധർമ്മതോ ഹന്തും, സാധാരണ ഒരു ധർമ്മബലം കൊണ്ട് മാത്രം അവർ ജയിക്കാൻ സാധിക്കില്ല. ബലം എന്ന് പറയുന്നത് ഒന്ന് അവർക്കുണ്ട്. ധർമ്മം എന്ന് പറയുന്നത് ഒരു പ്രവർത്തന രീതിയും ഒരു വിശ്വാസ രീതിയും ഒരു കാര്യനിർവഹണത്തിനുള്ള ഒരു വ്യവസ്ഥയുമൊക്കെയാണ് ഈ ധർമ്മം എന്ന് പറയുന്നത്. അങ്ങനെ ആ ധർമ്മത്തിൽ ഒതുങ്ങി നിന്ന് മാത്രം പ്രവർത്തിച്ചാൽ അവരെ കീഴടക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല. ലോകപാലൈരഭി സ്വയം, ലോകപാലന്മാർ തന്നെ സ്വയം വന്ന് പരിശ്രമിച്ചാലും നമ്മുടെ എതിർഭാഗത്തുള്ളവരെ കീഴടക്കാൻ നമുക്ക് സാധിക്കില്ല. തഥൈവായം ഗതാപാണി ധാർത്തരാഷ്ട്രോ ഗതക്ലമഃ ന ശക്യോ ധർമ്മതോ ഹന്തും കാലേനാപീഹ ദണ്ഡിന. തഥൈവായം ഗതാപാണി ധാർത്തരാഷ്ട്രോ ഗതക്ലമഃ ന ശക്യോ ധർമ്മതോ ഹന്തും കാലേനാപീഹ ദണ്ഡിന. ഈ ധാർത്തരാഷ്ട്രനുണ്ടല്ലോ, ഗതക്ലമഃ, ഒരു തരത്തിലുള്ള ഒരു ക്ഷീണമോ ഒരു കുഴപ്പമോ ആ മനുഷ്യനുണ്ടായിട്ടില്ല. താൻ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ തെറ്റാണ്. ഇത് കൃഷ്ണൻ മുൻപും പറഞ്ഞതാ. സച ധർമ്മം ച ലോകം ച ത്യക്വാ ചരതി ദുർമതി നച സന്തപ്യതേ തേന
തഥാരൂപേണ കർമ്മണ എന്ന് പറഞ്ഞ് മുൻകൂർ അഭിപ്രായം പറഞ്ഞും കൊണ്ടാണ് ദൂത് പറയാനായിട്ട് പോയത്. ദുര്യോധനൻ ലോകത്തെയും ധർമ്മത്തെയും എല്ലാം ഉപേക്ഷിച്ച് ദുഷ്കൃത്യം ചെയ്യുന്നവനാണ്. ആ ദുഷ്കൃത്യങ്ങൾ കൊണ്ടൊന്നും അവൻ്റെ മനസ്സിന് സ്വല്പമെങ്കിലും ഒരു വേദനയോ ഒരു വിഷമോ ഒട്ടിയില്ലതാനും. അങ്ങനെ ഒരാളോട് എന്ത് ന്യായം പറഞ്ഞ് ബോധിപ്പിക്കാനും എന്ത് സന്ധ്യസംഭാഷണമാണ് ഫലപ്രദമാവുക? എന്നാലും ഞാൻ പോവാം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ധാർത്തരാഷ്ട്രോ ഗതക്ലമഃ ന ശക്യോ ധർമ്മതോ ഹന്തും കാലേനാപീഹദണ്ഡിന. കാലം, ആ കാലം തന്നെ വന്ന് പരിശ്രമിച്ചാൽ പോലും ഈ ധൃതരാഷ്ട്രനെ മനസ്സിൽ യാതൊരു കൂസലുമില്ലാതെ എന്തും ചെയ്യാൻ തയ്യാറായി ഒരു ക്ഷീണം ബാധിക്കാതെ അങ്ങനെ പരിശ്രമിക്കുന്നവനാ. ആ മനുഷ്യനെ ധർമ്മബലം കൊണ്ട് മാത്രം ഹനിക്കാൻ സാധ്യമല്ല. പൂർവൈരനുഗതോ മാർഗോ ദേവൈരസുരഘാതിഭിഃ സദ്ഭിശ്ചാനുഗതഃ പന്ഥാഃ സ സർവൈരനുഗമ്യതേ. പൂർവൈഃ അനുഗതോ മാർഗോ. അങ്ങനെ ഇരിക്കെ ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഒരു ധർമ്മിഷ്ഠൻ്റെ മുൻപിൽ വന്ന് കുടുങ്ങിയാൽ അയാൾ എന്ത് ചെയ്യണം എന്നുള്ളതിന് നമുക്ക് പൂർവ്വചരിത്രം തന്നെ സഹായമാവും. ദേവന്മാരും അസുരന്മാരും തമ്മിൽ പല സംഘടനവും ലോകത്തിൽ നടന്നിട്ടുണ്ട്. നല്ലവരെയാണ് ദേവന്മാരെന്ന് പറയുക, അങ്ങനെ അല്ലാത്തവരെ അസുരന്മാരും. ഇവർ രണ്ടുപേരും തമ്മിലുള്ള സംഘട്ടനം ധാരാളം നടന്നിട്ടുണ്ട്. മിക്കവാറും അസുരന്മാർക്കാണ് ബാഹ്യശക്തി കൂടുതൽ, ദേഹശക്തി കൂടുതൽ. ആ ദേഹശക്തിയോട് മനഃശക്തി നേരിടുന്നതാണ് ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധം. യുധിഷ്ഠിരന് എത്രയുണ്ടായിരുന്നു സേന? 7 അക്ഷൗഹിണി. പ്രബലന്മാർ മുഴുവൻ അപ്പുറത്താ. ഭീഷ്മൻ, ദ്രോണൻ മുതലായിട്ടുള്ളവർ, കർണനൊക്കെ. നമ്മുടെ ഭാഗത്ത് ആരുണ്ട്? ആരുമില്ല. ഞാനുണ്ട്, ആയുധം എടുക്കാത്ത ഒരാൾ. ഒരിക്കലും നമുക്ക് ജയം പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. അതാണ് ജയത്തിന് വേണ്ടി ഞാൻ നീതിയിൽ നിന്ന് സ്വല്പമെങ്കിലും പതറിപ്പോകാതെ കാര്യങ്ങളുടെ നിഗൂഢത മനസ്സിലാക്കി, വരുംവരായ മനസ്സിലാക്കി, ഓരോ സമയത്തും ഓരോ കൗശലവും പോംവഴിയും ഞാൻ കണ്ടുപിടിച്ച് പ്രയോഗിച്ച്, ആ പ്രയോഗിച്ചത് ഇപ്പോൾ ഭീഷ്മൻ്റെ അടുത്ത് പോയി ചോദിക്കാൻ പറഞ്ഞു. 9-ാം ദിവസം രാത്രി ചെന്ന് ചോദിച്ചപ്പോൾ ഭീഷ്മൻ ശരിക്കും മറുപടി പറഞ്ഞല്ലോ. മറുപടി പറഞ്ഞതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? അദ്ദേഹത്തിന് നമ്മൾ ചോദിച്ചത് സമ്മതാണെന്ന്. ഈ ഭീഷ്മൻ തന്നെയല്ലേ ജയമാപ്നുഹി പാണ്ഡവ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചത് ആദ്യത്തെ ദിവസം യുധിഷ്ഠിരൻ പോയി നമസ്കരിച്ചപ്പോൾ. അപ്പം നമ്മൾ ചെയ്തതൊക്കെ തെറ്റാണെന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. കൗശലങ്ങളാണെന്നുള്ളത് ശരിയാണ്. അങ്ങനെ സമയോചിത കൗശലം പ്രയോഗിക്കുന്നതാണ് നീതി. നീതി എന്ന് പറഞ്ഞാൽ എന്താ? ഉത്തമ ലക്ഷ്യം നിർവഹിക്കാൻ വേണ്ടി എന്ത് വേണമോ അത് ചെയ്യണം. ആ ചെയ്യുന്നതിൽ അല്പസ്വല്പം പിഴവുകൾ ഉണ്ടായതുകൊണ്ട് വിരോധമില്ല. ലക്ഷ്യം ഉത്തമമാണെന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ പൂർവൈരനുഗതോ മാർഗോ ദേവൈഃ അസുരഘാതിഭിഃ സദ്ഭിശ്ചാനുഗതഃ പന്ഥാഃ സ സർവൈരനുഗമ്യതേ. ഇങ്ങനെയാണ് കൃഷ്ണൻ യുധിഷ്ഠിരനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവിടുന്ന് പോയത്. ഇതെന്തിനാ ഞാൻ പറഞ്ഞത്? ഇത് പറയാൻ കാരണം എന്താ? ദണ്ഡോ ദമയതാമസ്മി നീതിരസ്മി ജിഗീഷതാം മൗനം ചൈവാസ്മി ഗുഹ്യാനാം ജ്ഞാനം ജ്ഞാനവതാമഹം. വിഭൂതികളെ വർണ്ണിക്കുന്ന സമയത്ത് അടക്കി ഒതുക്കുന്നവർക്കുള്ളതാണ് ദണ്ഡം എന്ന് പറയുന്ന വിശേഷപ്പെട്ട വിഭൂതി. അതുമാതിരി ജയമിച്ഛിക്കുന്നവർക്ക് നീതി അതേപോലെ ഒരു വിശേഷപ്പെട്ട വിഭൂതിയാണ്. മൗനം ചൈവാസ്മി ഗുഹ്യാനാം. രഹസ്യങ്ങളിൽ വെച്ച് ഏറ്റവും വിശേഷപ്പെട്ടതാണ് മൗനം. ഒരു മൗനിയുടെ മനസ്സിൽ എന്താണെന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. അത് ചോർത്തെടുക്കാനും ബുദ്ധിമുട്ടാണ്. ആൾ തന്നെ പറഞ്ഞാലേ പറ്റുള്ളൂ. മൗനം എന്ന് പറഞ്ഞാൽ വളരെ വിശേഷപ്പെട്ടതാണ്. അതിന് സമ്മതവും അർത്ഥമാവാം, അസമ്മതവും അർത്ഥമാവാം. ജ്ഞാനം ജ്ഞാനവതാമഹം. ജ്ഞാനവതാം ജ്ഞാനം അഹം. ഈ ലോകത്തിൽ ജ്ഞാനം എന്നൊന്ന് വിശേഷപ്പെട്ടതുണ്ട്. അതിൽ ഏറ്റവും വിശേഷപ്പെട്ട ജ്ഞാനം എന്താ? അവനവനെക്കുറിച്ചുള്ള ജ്ഞാനം, ഈശ്വരനെക്കുറിച്ചുള്ള ജ്ഞാനം, ലോകത്തെക്കുറിച്ചുള്ള ജ്ഞാനം. 4 വിധത്തിലുള്ള ഭക്തന്മാരുണ്ട് എന്ന് പറഞ്ഞു. ആ ഭക്തന്മാരിൽ ജ്ഞാനീതു ആത്മൈവ മേ മതം ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി. ആർത്തഃ ജിജ്ഞാസുഹു അർത്ഥാർത്ഥി ജ്ഞാനീച ഭരതർഷഭ. ആർത്തൻ ദുഃഖിതൻ, ജിജ്ഞാസു സത്യമറിയണം എന്നുള്ള അഭിലാഷമുള്ളവൻ, അർത്ഥാർത്ഥി എന്തെങ്കിലും ഉദ്ദേശമോ ലക്ഷ്യമോ വെച്ച് അതിനുവേണ്ടി ഈശ്വരനെ ഭജിക്കുന്നവൻ, അവസാനം ജ്ഞാനി തത്വമറിഞ്ഞ് ഈശ്വരനല്ലാതെ ഒന്നുമില്ല എന്നറിഞ്ഞ ജ്ഞാനി. ഇങ്ങനെ 4 വിധത്തിലാണ് ഭക്തന്മാർ, എന്നെ ഭജിക്കുന്നവർ.
അതിൽ ജ്ഞാനീതു ആത്മൈവമേ മതം. അതിൽ ജ്ഞാനി വാസ്തവത്തിൽ ഞാൻ തന്നെയാണ്, എൻ്റെ ആത്മാവാണ്. എനിക്ക് അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ്, അദ്ദേഹത്തിന് എന്നെയും വലിയ ഇഷ്ടമാണെന്ന്. അങ്ങനെ വിശേഷപ്പെട്ട ജ്ഞാനമാണ് ഞാൻ. ആ ജ്ഞാനമാണ് ഒരുവനെ ഈശ്വരന് തുല്യനാക്കി തീർക്കുന്നത്, ആപ്തകാമനാക്കി തീർക്കുന്നത്. ജീവിതത്തിലുള്ള ബന്ധങ്ങൾ മുഴുവനും പോയി പൂർണ്ണ സ്വാതന്ത്ര്യം, സ്വച്ഛത, മനസ്സിൽ നിന്നും ബുദ്ധിയിൽ നിന്നും പൂർണ്ണ വിരാമം കിട്ടുന്നത് അങ്ങനത്തെ ഒരാൾക്കാണ്. ദണ്ഡോദമയതാമസ്മി നീതിരസ്മി ജിഗീഷതാം മൗനം ജൈവാസ്മി ഗുഹ്യാനാം ജ്ഞാനം ജ്ഞാനവതാമഹം. ഇനി 39ാമത്തെ ശ്ലോകത്തിൽ കൃഷ്ണൻ പറയാണ്, യച്ചാപി സർവഭൂതാനാം ബീജം തദഹമർജുന ന തദസ്തി വിനായസ്യാത് മയാ ഭൂതം ചരാചരം. യച്ചാപി സർവഭൂതാനാം, വിഭൂതികളെ ഒറ്റയ്ക്കൊറ്റയ്ക്കും വിശേഷപ്പെട്ടത് പലതുമായും ചിത്രീകരിച്ചതിന് ശേഷം അവസാനം സംഗ്രഹിച്ച് പറയുകയാണ് കൃഷ്ണൻ. സംഗ്രഹിച്ച് എന്താ പറയണത്? യച്ചാപി സർവഭൂതാനാം ബീജം തദഹമർജുന. യച്ചാപി സർവഭൂതാനാം ബീജം. ഇങ്ങനെ വിശേഷപ്പെടുത്തി പലതും പലതും ഒറ്റതിരിച്ച് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയല്ലോ. ഇനി എനിക്ക് മൊത്തത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത് എന്താ? സർവഭൂതാനാം ബീജം യച്ചാപി. ഈ ലോകത്തിലുള്ള ഭൂതങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതിൻ്റെ എല്ലാറ്റിൻ്റെയും ബീജമാണ് ഞാൻ. അപ്പം ഞാനില്ലാതെ ഒന്നുമില്ല, എന്നിൽ നിന്ന് വന്നതേ ഉള്ളൂ. എല്ലാറ്റിനെയും എന്നിൽ നിന്ന് ഒറ്റതിരിച്ച് കാണണ്ട, എന്നെയും ഒറ്റതിരിച്ച് കാണരുത്. ഞാൻ സർവവ്യാപിയാണ്, സർവജ്ഞനാണ്, സർവശക്തനാണ്, സർവഗ്രാഹിയാണ്, എല്ലാറ്റിനെയും ഗ്രസിച്ചിരിക്കുന്നവനാണ്. ന തദസ്തി വിനായസ്യാത് മയാ ഭൂതം ചരാചരം. ചരാചരങ്ങളാണല്ലോ ലോകത്തിൽ, ചരങ്ങളും അചരങ്ങളും, സ്ഥാവര ജംഗമങ്ങൾ, ജഡചേതനകൾ, ഇങ്ങനെ പലതുമുണ്ട്. ഇങ്ങനെ എന്തെല്ലാം ഉണ്ടോ അതിൽ ന തദസ്തി വിനായസ്യാത് മയാ ഭൂതം ചരാചരം. മയാ വിന, എന്നെ ഒഴിച്ചു നിർത്തിയോ എന്നെ കൂടാതെയോ ഇവിടെ ചരാചരങ്ങളിൽ ഒന്നും തന്നെയില്ല. അപ്പം എല്ലാറ്റിലും സമുദ്രജലത്തിൽ ഉപ്പ് എന്നതുപോലെ എന്നെ നിങ്ങൾക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. എന്നിൽ നിന്ന് പുറപ്പെട്ടതാണ് ഇവിടെ എല്ലാം തന്നെ. എങ്ങനെയാണ് ഈ ദുഷ്ടന്മാരിവിടെ വിരാജിക്കുന്നത് എന്ന് ചോദിച്ചാൽ, എന്നിൽ നിന്ന് നിർഗളിച്ചതാണ് അത് മുഴുവനും. ഇന്നിപ്പോൾ രോഗം മുഴുവനും ടെററിസത്തിൻ്റെ കീഴിലാണ്, ടെററിസ്റ്റുമാരുടെ കീഴിലാണ്. അതും ഒരു ചിന്താഗതിയാണ്. അതിനവർ ആൾക്കാരെ ശേഖരിക്കാൻ പുറപ്പെടുമ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇത്ര ആൾ, അവിടെ നിന്ന് ഇത്ര ആൾ, എല്ലാ ദിക്കിൽ നിന്നും ആൾക്കാർ പോകുന്നുണ്ട്. എല്ലാവർക്കും ഇങ്ങനെ ഈ ടെററിസ്റ്റായി പോയി ജനങ്ങളെ ആക്രമിച്ച് അതിൽ വരാൻ പോകുന്ന ശിക്ഷയോ നാശമോ എന്തുണ്ടോ അതിന് വിധേയമാകണം എന്ന ഒരാൾക്ക് തോന്നേണ്ട ആവശ്യം എന്താ? അവർക്കും ഉണ്ടല്ലോ ഒരു മനസ്സ്, അവർക്കും ഉണ്ടല്ലോ ഒരു ബുദ്ധി, അവർക്കും ഇല്ലേ ഒരു നിലയ്ക്ക് വിവേകം. പക്ഷെ അവരുടെ മനസ്സിൽ തോന്നുന്നത് ആ ചിന്താഗതി ശരിയാന്നാ. പഴയ കാലം മുതൽക്ക് നമ്മുടെ ഇടയിൽ ഒരു പറച്ചിലുണ്ട്, അമ്മയെ തല്ലിയാലും രണ്ടഭിപ്രായം. അതന്നെ എപ്പോഴും കാണുന്നത്. ടെററിസ്റ്റ് ആവണം, മനുഷ്യരൊക്കെ കൊല്ലണം, അങ്ങനെ ആയാൽ നിങ്ങൾക്ക് ദൈവലോകത്ത് സ്വാഗതമാണ്, കൊടയും വടിയായിട്ടാണ് വന്ന് കൊണ്ടുപോകാന്ന് പറയുമ്പോൾ അത് വിശ്വസിച്ച് പോകുന്ന ചില ആൾക്കാരുണ്ട്. മനുഷ്യൻ്റെ മനസ്സ് വിശ്വസിക്കുന്നതാ. ആ വിശ്വാസം തെറ്റോ ശരിയോ, ഉത്തമമോ അധമമോ ആ ചോദ്യമില്ല. എല്ലാറ്റിനെയും കണ്ട് ഭ്രമിച്ച് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെയാണ് ഈ ടെററിസം എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിനും കുറേ അനുകൂലികളെയും പങ്കാളികളെയും കിട്ടുന്നത്. അങ്ങനെ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും എന്നിൽ നിന്ന് നിർഗളിക്കുന്നതാണ്, ഞാനില്ലാതെ ഒന്നുമില്ല. അപ്പോൾ ഈ കാണുന്നത് മുഴുവനും എല്ലാം എൻ്റെ വിഭൂതിയാണ്, ഞാൻ തന്നെ ആയി തീർന്നിട്ടുള്ളതാണ് ഈ ലോകം. പഞ്ചഭൂതങ്ങൾ എങ്ങനെ ഞാനോ അതുപോലെ ഭൂമിയിൽ ജീവിക്കുന്ന ജീവികൾ മുഴുവനും ഞാനാണ്. ആ ജീവികളിൽ സത്പ്രേരണ, ദുഷ്പ്രേരണ, ദുഷ്ടന്മാർ, ശിഷ്ടന്മാർ, ഇങ്ങനെ പലതുമുണ്ടല്ലോ. ഈ മഹാഭാരത യുദ്ധം ഉണ്ടായതും അങ്ങനെയാണ്. അതാണ് ഇനി കാണിച്ചു കൊടുക്കാൻ പോകുന്നത്. എങ്ങനെയാ എല്ലാം ഞാനാവണത് എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ പോവാണ് വിശ്വരൂപത്തിൽ. അതിനുള്ള പുറപ്പാടും അവസാനവുമാണല്ലോ. നാം തോസ്തി മമ ദിവ്യാനാം വിഭൂതീനാം പരന്തപ ഏഷതു ഉദ്ദേശതഃ പ്രോക്തോ വിഭൂതേഃ വിസ്തരോ മയാ. നാം തോസ്തി മമ ദിവ്യാനാം വിഭൂതീനാം പരന്തപ ഏഷ തു ഉദ്ദേശതഃ പ്രോക്തോ വിഭൂതേഃ വിസ്തരോ മയാ.
നാംതോസ്തി മമ ദിവ്യാനാം വിഭൂതീനാം പരന്തപ. അല്ലേ പരന്തപനായ അർജുന, ഞാൻ പ്രകടമാക്കുന്നതോ പ്രകടമാക്കിയിട്ടുള്ളതോ ആയ വിഭൂതികളുണ്ടല്ലോ, ഐശ്വരഭാവങ്ങൾ, സാധാരണ മനുഷ്യർക്ക് ആലോചിച്ച് കണ്ടുപിടിക്കാൻ പറ്റാത്തതും കാര്യകാരണങ്ങൾക്കൊക്കെ അപ്പുറത്ത് നിൽക്കുന്നതുമായ വിശേഷപ്പെട്ട എന്തെല്ലാം ഉണ്ടോ ആ വിഭൂതികൾ, നാം ദോസ്തി മമ ദിവ്യാനാം, അതിനെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധ്യമല്ല. അതിന് കയ്യും കണക്കുമില്ല, അന്തമില്ലാത്തതാണ്. ഈ പ്രപഞ്ചത്തിന് നോക്കി ഇതിൻ്റെ ഏതെങ്കിലും ഒരു പരിധി കണ്ടുപിടിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? അനന്തം അജ്ഞാതം അവർണ്ണനീയം എന്നല്ലേ ചിത്രീകരിക്കുന്നത്. ഇത് എവിടെ നോക്കിയാലും അനന്തമാണ്. ഇങ്ങനെ ഒന്ന് ആർക്കും അറിയില്ല, ഇതിനെ വർണ്ണിക്കാനും നമുക്ക് സാധിക്കില്ല. ചിലതൊക്കെ കണ്ട് താരതമ്യ പഠനത്തിലൂടെ പലതും പറയാം എന്നല്ലാതെ പ്രപഞ്ചത്തെ പൂർണ്ണമായി വിശദമായി വിവരിക്കാൻ ഒരാൾക്കും സാധിക്കില്ല, അവസാനവുമില്ല. നമ്മൾക്ക് അറിവുള്ള സാധനങ്ങളൊക്കെ അന്തമുള്ളതാ, ഇത് അന്തമില്ലാത്തതാ. അങ്ങനെ എൻ്റെ വിഭൂതികൾക്ക് ഒരന്തവുമില്ല. ഏഷതു ഉദ്ദേശത പ്രോക്തോ വിഭൂതേഹ വിസ്തരോമയ. എൻ്റെ വിഭൂതിയെ വിവരിക്കാൻ പുറപ്പെടുന്ന വിസ്തരിച്ച് പറയുന്ന സമ്പ്രദായമുണ്ടല്ലോ, അതിൽ ഞാൻ ഈ പറഞ്ഞു കേൾപ്പിച്ചത് മുഴുവനും ചുരുക്കി ചിലത് പറഞ്ഞു കേൾപ്പിച്ചിരിക്കുകയാണ്. ചോദിച്ച ചോദ്യത്തിന് എന്തെങ്കിലും മറുപടി പറയണമല്ലോ. എന്തൊക്കെയാണ് വിഭൂതി എന്ന് ചോദിച്ചപ്പോൾ കുറേയൊക്കെ കാര്യങ്ങൾ ഞാനിങ്ങനെ ഉദ്ദേശമാത്രത്തിൽ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന്. അല്ലാണ്ട് ഇതൊരു പൂർണ്ണമായ വിവരണമാണ് എന്ന് ഒരിക്കലും വിചാരിക്കണ്ട. എൻ്റെ വിഭൂതികൾക്ക് ഒരവസാനവും ഒരു കാലത്തും ഉണ്ടാവില്ല. അത്ര എണ്ണമറ്റതാണത്. ഈ പ്രപഞ്ചം എങ്ങനെയോ അതിനേക്കാളും എത്രയോ വലുതും അനന്തവുമാണ്. നാം തോസ്തി മമ ദിവ്യാനാം വിഭൂതീനാം പരന്തപ ഏഷതു ഉദ്ദേശത പ്രോക്തോ വിഭൂതേഹ വിസ്തരോമയാ. കൃഷ്ണൻ ചുരുക്കി പറയുകയാണ് ഒരൊറ്റ ശ്ലോകം കൊണ്ട്. യദ്യത് വിഭൂതിമത്സത്വം ശ്രീമദ് ഊർജിതമേവ തത്തദേവാവഗച്ഛത്വം മമ തേജോംശസംഭവം. യദ്യത് വിഭൂതിമത് സത്വം, യദ് സത്വം. ഈ ലോകത്തിൽ പ്രാണികളായോ വസ്തുക്കളായോ എന്തെല്ലാം പ്രകടനങ്ങളോ പ്രതിഭാസങ്ങളോ ഇവിടെ ഉണ്ടോ, അത് ജീവനുള്ളതാവട്ടെ ഇല്ലാത്തതാകട്ടെ, ചേതനമാകട്ടെ അചേതനമാകട്ടെ, യദ്യത് വിഭൂതിമത് സത്വം, അതിൽ എന്തെങ്കിലും ഒന്ന് ഉണ്ട് എന്നുണ്ടെങ്കിൽ വിഭൂതിമത്. എന്താ വിഭൂതിമത് എന്നുള്ള വാക്കിന് അർത്ഥം? ഐശ്വര്യയുക്തം എന്ന്. ഐശ്വര്യയുക്തം എന്ന് പറഞ്ഞാൽ മാനുഷമല്ല, മാനുഷത്തിന് അതീതമായി ഈശ്വരനോട് കൂടി ചേർന്ന് പോകുന്നത്. ആ ഐശ്വര്യം എന്ന് പറയാവുന്ന തരത്തിൽ ദിവ്യമാണ്, അഭൗമമാണ്, സ്വർഗീയമാണ് എന്നിങ്ങനെ സാധാരണ നാം കണ്ടു പരിചയിച്ചത് വിട്ട് അസാമാന്യമായ ഒരു വൈഭവം കാണത്തക്ക വിധത്തിൽ ഇവിടെ എന്തെല്ലാം പ്രാണിയുണ്ടോ വസ്തു ഉണ്ടോ അത് മുഴുവനും. മാത്രമോ ശ്രീമത്. ശ്രീമത് ശ്രീമത് എന്നുള്ള വാക്ക് മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. സാധാരണ മനുഷ്യന് അനുഭവിക്കാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും ശ്രീയിൽപ്പെട്ടതാ. അഴക്, ആഭരണം, സൗകര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അത് മുഴുവനും. ഈ മുഖത്തിനെ കണ്ടിട്ട് അയാൾ ശ്രീമാനാണ് ശ്രീമതിയാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്താണത്? ആ ശ്രീമത് എന്നുള്ള വാക്കിന് ഭോഗാന്വിതം എന്നാണ് അർത്ഥം. അനുഭവിക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെ ഉണ്ടോ ആ ഉള്ള വസ്തുക്കൾ അതോടുകൂടി ചേർന്നിരിക്കണം. അങ്ങനെ എത്ര കിട്ടിയാലും അത്. ഈ താമസിക്കാനൊരു വീട് വേണം. അപ്പോൾ ഒരു നല്ല വീടോട് കൂടി ഒരാൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അയാൾ നല്ല ശ്രീമത്താണ്, ശ്രീമാനാണെന്ന് പറയാം നമുക്ക്. അതുമാതിരി ഊർജിതമേവ. ഊർജം എന്ന് പറഞ്ഞാൽ ബലം, ശക്തി, പ്രഭാവം, പ്രതാപം, ആരോടും കടപിടിക്കാവുന്ന ഒരു നില, അങ്ങനെയുള്ള എന്തെല്ലാം യോഗ്യതയുണ്ടോ അത് പഠിപ്പ് കൊണ്ടാകാം, ദേഹബലം കൊണ്ടാകാം, ആൾസ്വാധീനം കൊണ്ടാകാം, എന്തെല്ലാം തരത്തിലായാലും ശക്തിമത്തായിട്ട് എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും. യദ്യത് വിഭൂതിമത്സത്വം ശ്രീമത് ഊർജിതമേവ തത്തദേവാവഗച്ഛത്വം മമ തേജോംശസംഭവം. അതെല്ലാം അർജുന മനസ്സിലാക്കിക്കൊള്ളണം. എന്ത് മനസ്സിലാക്കണം? മമ തേജോംശസംഭവം. എനിക്ക് സ്ഥായിയായിട്ടുള്ള തേജസ് ഉണ്ടല്ലോ, പ്രഭാവവും പ്രകാശവും എല്ലാം. ആ പ്രകാശത്തിൻ്റെ ചെറിയ ഒരു അംശത്തിൽ നിന്നും ഉണ്ടായതാണെന്ന്. എന്താ പറയണേ? ചെറിയ ഒരു അംശത്തിൽ നിന്നും ഉണ്ടായതാണ്. എനിക്കുള്ള പ്രഭാവം മുഴുവനും ഒരു സ്ഥലത്തും പ്രകടമാവുന്നില്ല, ആയിട്ടുമില്ല. ഈ പ്രപഞ്ചമൊട്ടാകെയും
എന്നിൽ നിന്നുള്ള ചെറിയ ഒരു പ്രകടനമാണ്. ഇതിനെയൊക്കെ കവച്ചു വെച്ച് അനന്തമാത്രയിൽ പരിലസിക്കുന്നതാണ് എൻ്റെ നില. ഇപ്പം നിങ്ങൾ അനന്തമാത്ര എന്ന് പറഞ്ഞ് ഒരു മാത്ര വരച്ചോളൂ, അതിനെയും കവച്ചു വയ്ക്കുന്നതാണ് എൻ്റെ സ്വഭാവം. ഇംഗ്ലീഷിൽ പറയാറുണ്ട്, ഗോഡ് ഈസ് ഇമ്മനൻറ്റ് ആസ് വെൽ ആസ് ട്രാൻസെൻഡൻറ്റ്. നമ്മൾക്ക് വിഭാവനം ചെയ്യാവുന്നത് എന്തിലും പ്രകടമായിട്ടുള്ളതാണ് ഈശ്വരൻ. അതേപോലെ അതിൻ്റെ അപ്പുറത്തുമുണ്ടെന്ന്. അപ്പോൾ ഈശ്വരനെ അളക്കാൻ നമുക്ക് ഒരു കാലത്തും സാധിക്കില്ല. എങ്ങനെയാണ് ഈ അളക്കുക എന്ന് പറഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും പരിധി ഉണ്ടാവണം, അപ്പോഴേ അളവാവുള്ളൂ. അപ്പോൾ അളക്കാൻ പറ്റാത്തതാണ് അന്തരീക്ഷം, അളക്കാൻ പറ്റാത്തതാണ് ആകാശം. ആ ആകാശം ഈശ്വരൻ്റെ ഒരു പ്രകടനമാണ്. അതുപോലും ഭഗവാന്റെ തേജസ്സിൻ്റെ അംശപ്രകടനമാണ് എന്ന്. യദ്യദ്വിഭൂതിമത്സത്വം ശ്രീമദൂർജിതമേവ തത്തദേവാവഗച്ഛത്വം മമ തേജോംശസംഭവം. എൻ്റെ തേജസ്സിൻ്റെ ചെറിയ ഒരു മാത്ര, ഒരംശത്തിൽ നിന്ന് സംഭവിച്ചതാണ് ഈ ലോകത്തിൽ എന്തെല്ലാം ശ്രീമത്തുണ്ടോ, വിഭൂതിയുണ്ടോ, ഊർജമുണ്ടോ, അതെല്ലാം തന്നെ എൻ്റെ ആകെ മാത്രയിലെ ഒരു ചെറിയ അംശത്തിൻ്റെ പ്രകടന വിശേഷമാണ് ഇവിടെ കാണുന്നത് മുഴുവനും. യദ്യദ്വിഭൂതിമത്സത്വം ശ്രീമദ് ഊർജിതമേവ തത്തദേവാവഗച്ഛത്വം മമ തേജോംശസംഭവം. 41-ാമത്തെ ശ്ലോകമാണിത്. ഒരു ശ്ലോകവും കൂടി പറഞ്ഞു നിർത്തുകയാണ് കൃഷ്ണൻ. അഥവാ ബഹുനൈതേന കിം ജ്ഞാതേന തവാർജുന വിഷ്ടഭ്യാഹമിദം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്. കഴിഞ്ഞില്ലേ കാര്യം? അഥവാ ബഹുനൈതേന കിം ജ്ഞാതേന തവാർജുന. അർജുനൻ എന്നോട് ചോദിച്ചുല്ലോ, അങ്ങക്ക് എന്തെല്ലാം വിഭൂതികളുണ്ടോ ആ വിഭൂതികളെയൊക്കെ ഒന്ന് എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരൂ, ധരിപ്പിക്കൂന്ന്. അഥവാ ബഹുനൈതേന കിം ജ്ഞാതേന. അങ്ങനെ ചോദിച്ചു, ഞാൻ മറുപടി പറഞ്ഞു. എൻ്റെ മറുപടി 2 ദിവസം കൂടി പറഞ്ഞു, ഒരാഴ്ച പറഞ്ഞു, ഒരു കൊല്ലം പറഞ്ഞു എന്നിരിക്കട്ടെ. അപ്പോഴും ഈ പറഞ്ഞു നിർത്തലുണ്ടാവില്ല, അവസാനിക്കലും ഉണ്ടാവില്ല. അപ്പോൾ ഈ ചോദ്യത്തിന് എത്ര തന്നെ മറുപടി പറഞ്ഞ് എന്തൊക്കെ കേട്ട് മനസ്സിലാക്കിയാലും അതുകൊണ്ടൊന്നും മുഴുവനാവാൻ പോണില്ല. ആ പ്രസ്ഥാനത്തിൽ നിന്ന് ഒഴിവാവുക നല്ലതെന്ന്. അഥവാ ബഹുനൈതേന കിം ജ്ഞാതേന തവാർജുന. ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ കേട്ടു, എന്തൊക്കെയോ മനസ്സിലായി. ആ മനസ്സിലായത് കൊണ്ട് വലിയ പ്രയോജനമുണ്ടോ? ഭഗവാന്റെ മാത്രയോ അളവോ പ്രഭാവമോ പ്രതാപമോ മാഹാത്മ്യമോ ഐശ്വര്യമോ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന്. എന്താ കാരണം? വിഷ്ടഭ്യാഹമിദം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്. ഈ കാണുന്ന അനന്തപ്രപഞ്ചമുണ്ടല്ലോ, ആ അനന്തപ്രപഞ്ചത്തിന് നിൽക്കാനായി എന്തെങ്കിലും ഒരു അധിഷ്ഠാനം ആവശ്യമാണ്. അധിഷ്ഠാനം. ഇപ്പം ഭൂമി ഇങ്ങനെ കിടന്ന് ചുറ്റിത്തിരിയണു, ഒരു നിലയ്ക്ക് ശൂന്യാകാശത്തിലാണ്. അപ്പോൾ ഈ ശൂന്യാകാശത്തിലാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ശൂന്യാകാശം എന്തിനു ചൊല്ലിയാ പരിലസിക്കുന്നത് എന്നൊരു ചോദ്യം അവിടെ വരുന്നു. അതിനെന്താ അധിഷ്ഠാനം? ആ പറഞ്ഞ അധിഷ്ഠാനത്തിന് അധിഷ്ഠാനം എന്താണ്? ഇങ്ങനെ ഈ അന്വേഷണം തുടർന്ന് ഇങ്ങനെ കൊണ്ടുപോവാം. വിഷ്ടഭ്യാഹമിദം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്. എൻ്റെ ആകമാത്രയിൽ നിന്ന് ചെറിയ ഒരു അംശമെടുത്ത് ആ അംശം ഈ കാണുന്ന പ്രപഞ്ചത്തിൽ മുഴുവൻ വ്യാപിച്ചിരുന്ന് അതിൻ്റെ അധിഷ്ഠാനമായി അതിൽ പരിലസിച്ച് അതിനെ ഞാൻ നിലനിർത്തുന്നതാണ്. അപ്പോൾ അർജുനൻ്റെ മുൻപിൽ നിൽക്കുന്ന ഈ കൃഷ്ണനുണ്ടല്ലോ, ഈ കൃഷ്ണൻ കണ്ണിന് കാണാൻ മാത്രമാണ് ശരീരം, കണ്ണിന് കാണാൻ മാത്രമാണ്. എന്നാൽ വാസ്തവത്തിൽ കാണുന്നത് കണ്ണാണോ? അല്ല, കണ്ണിനെ കൊണ്ട് കാണിക്കുന്നതാണ് മനസ്സ്. ആ മനസ്സ് ശരീരത്തിൻ്റെ ഉള്ളിലാണ്. ഈ കൃഷ്ണൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലും ശരീരത്തിനെ ഉജ്ജീവിപ്പിക്കുന്ന ഒരു വിശേഷപ്പെട്ട സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം എത്ര കണ്ട് വിപുലമാണ്, ഗാഠമാണ്, ഉത്തുംഗമാണ്, പ്രഭാവപൂർണമാണ് എന്ന് പറയാൻ സാധിക്കില്ല. ഒന്ന് മാത്രം മനസ്സിലാക്കിക്കോളൂ, ആ ഉള്ളിലുള്ള ആത്മപ്രഭാവത്തിൻ്റെ ചെറിയ ഒരു അംശം കൊണ്ടാണ് ഈ പ്രപഞ്ചം മുഴുവനും നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കോളൂ. അപ്പോൾ ഈ പ്രപഞ്ചത്തിനെ എത്ര കൊണ്ട് ഭരിക്കാലും ഭഗവാന്റെ മാത്രം മുഴുവനും നമുക്ക് പിടിപെടാൻ പോകുന്നില്ല. എത്ര വേണമെങ്കിൽ ഭരിക്കോളൂ. നിങ്ങൾക്ക് എത്ര കൊണ്ട് പെരുക്കാൻ പറ്റും? കോടി, 100 കോടി, 300 കോടി, 1000 കോടി, അങ്ങനെ എത്ര കോടി നിങ്ങൾ ഭരിക്കാലും ഈ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ പെരുക്കേ ആയുള്ളൂ. ഈ പ്രപഞ്ചം മുഴുവനും നിസ്സാരമായ ഒരംശത്തിൻ്റെ സ്ഫൂർത്തിയും സ്ഫുരണവുമാണിത്.
അഥവാ ബഹുനൈതേന കിം ജ്ഞാതേന തവാർജുന വിഷ്ടഭ്യാഹമിതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്. നിങ്ങൾക്ക് ഈശ്വരൻ്റെ എന്തെങ്കിലും ഒരു മാത്ര മനസ്സിൽ ഉദിക്കണമെന്നുണ്ടെങ്കിൽ ഈ അവസാനത്തെ ശ്ലോകം എടുത്ത് വായിച്ചോളൂ. 2 ശ്ലോകം ആയിക്കോട്ടെ. യദ്യത് വിഭൂതിമത്സത്വം ശ്രീമദൂർജിതമേവ വാ തത്തദേവാവഗച്ഛത്വം മമ തേജോംശസംഭവം അഥവാ ബഹുനൈതേന കിം ജ്ഞാതേന തവാർജുന വിഷ്ടഭ്യാഹമിതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്. നമ്മൾ മഹാവിഷ്ണുവിൻ്റെ സഹസ്രനാമം അടുത്ത കാലത്ത് ഇപ്പോൾ നൈമിഷാരണ്യത്തിൽ നമ്മൾ വിദ്യാർത്ഥികളെ വിളിച്ച് ജപിപ്പിച്ചു. ഡിസംബർ മാസം 20-ാം തീയതി നൈമിഷാരണ്യത്തിൽ 2 തവണ, 27-ാം തീയതി മുതിർന്നവരടക്കം എല്ലാവരും വന്ന് അർച്ചനയും ഹവനവും ചെയ്തു. കസേരയിലിരുന്ന് ചെയ്തവരുണ്ട്, നിലത്തിരുന്ന് വിളക്കിൽ അർച്ചന ചെയ്തവരുമുണ്ട്. ഈ 1000 നാമങ്ങളാണ് നമ്മൾ മഹാവിഷ്ണുവിനെ പറ്റി പറയണത്. ഇനി ഒരു 10,000 കൂടി എഴുതിയാലും അത് മുഴുവനാവാൻ പോകുന്നില്ല. എന്താ കാരണം? ഇതാണ് ഏകാംശേന സ്ഥിതോ ജഗത് എന്നാ പറയണേ. എൻ്റെ ആകമാത്രയിൽ ചെറിയൊരു അംശം എടുത്തിട്ടാണ് ഈ അനന്ത പ്രപഞ്ചത്തിനെ ഞാൻ നിലനിർത്തുന്നത് എന്ന്. അപ്പം ഒരംശം കൊണ്ട് ഈ ലോകം നിലനിർത്തുന്നു എന്ന് പറയുമ്പോൾ ആ അംശമുള്ള ആളുടെ മാത്രം ആരെവിടെ പറയാനാ? നോക്കൂ, എന്ത് വലിയ ഒരു മെഷർമെൻ്റാണതെന്ന്. യദ്യത് വിഭൂതിമത്സത്വം ശ്രീമദൂർജിതമേവ വാ തത്തദേവാവഗച്ഛത്വം മമ തേജോംശസംഭവം അഥവാ ബഹുനൈതേന കിം ജ്ഞാതേന തവാർജുന വിഷ്ടഭ്യാഹമഹം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്. ഈ ജഗത്ത് മുഴുവനും എൻ്റെ ഒരു അംശം കൊണ്ടാണ് നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു വിഭൂതി വർണ്ണ. അപ്പം വിഭൂതികളെ വർണ്ണിക്കാൻ പറഞ്ഞ് വിഭൂതികളുടെ ഒരു ചുരുങ്ങിയ വിവരണം നൽകിയിട്ട് കൃഷ്ണൻ പരിസമാപിപ്പിക്കുന്നത് ആ വിഭൂതികളുടെ പിന്നിലുള്ള മഹത് പ്രഭാവമുണ്ടല്ലോ, അധിഷ്ഠാനം, അതിൻ്റെ വലിപ്പമോ അതിൻ്റെ ബൃഹത്വമോ എത്രയുണ്ട് എന്നുള്ളതിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് അവസാനിപ്പിച്ചത്. വിഭൂതി വർണ്ണന അങ്ങനെയാണ് അവസാനം നിൽക്കുന്നത്.